ജിബിൻ, ഡോക്ടറെ പുറത്താക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആർഡിഒയെ തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സംഘർഷഭരിതമാണോ? സംഘർഷഭരിതമാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സാഹചര്യം എന്ന് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആശുപത്രി സൂപ്രണ്ടും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികളും ചേർന്ന് ചർച്ച നടത്തി വരികയാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. ഔദ്യോഗികമായ ഒരു അറിയിപ്പും തന്നെ ഈ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുമില്ല ഡോക്ടർക്കെതിരായ നടപടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം ഇവിടെ നീണ്ടുപോകുന്നത്. ഇതിനിടെയാണ് ഈ ചർച്ചയ്ക്കെത്തിയ ആർഡിഒ ആശുപത്രിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആർഡിഒ വാഹനത്തിൽ കയറുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഇതിന് പിന്നാലെ പോലീസാണ് ആർഡിഒക്ക് കവചമൊരുക്കിയ ഡോക്ടറെ ഈ ആർഡിഒ ഇങ്ങോട്ടേക്ക് മാറ്റിയത്, നെടുമങ്ങാട് ആശുപത്രിയിലെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയത്. പക്ഷേ ആ സമയത്ത് പോലും കോൺഗ്രസ് പ്രവർത്തകർ എത്തി ആർഡിഒ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആർഡിഒ ജയകുമാറിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് ഇപ്പോൾ ആർഡിഒ ഈ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതിഷേധക്കാരുടെ മധ്യയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഔദ്യോഗിക വാഹനത്തിൽ കയറി ആശുപത്രിക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം, പ്രത്യേകിച്ച് കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഇവിടെ പ്രതിഷേധവുമായി എത്തിയവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഡോക്ടറിനെ സ്ഥലം മാറ്റുക എന്നുള്ള ഒരു പ്രാഥമിക നടപടി മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കുടുംബമോ പ്രതിഷേധക്കാരോ തയ്യാറായിട്ടില്ല. കാരണം ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഡോക്ടർ ഇവിടൊക്കെ ഇത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇവിടെ എത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നതാണ് DMOയ്ക്ക് ഇത് സംബന്ധിച്ച് ഈ ഡോക്ടർക്കെതിരെ, ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ മുൻപും സമാന രീതിയിലുള്ള ഇത്രയും നേരമായിട്ട് ഇവരൊന്നും ചെയ്യില്ല. ആ കിടക്കണ ആ സാധനത്തിന് ഞാൻ എന്തിനു കേട്ടെന്ന് പറയുന്നു. അങ്ങനെ പോവുള്ളൂ നമ്മൾ. ഇവിടെ വന്നിരിക്കുന്ന ആരും എന്റെ കൂട്ടുകാരൊന്നുമല്ല, എന്റെ ബന്ധുക്കൾ തന്നെ മൊത്തം വന്നിരിക്കുന്നത്. എന്റെ കൊച്ചിന് നൂലെട്ടിനും ഒരാൾ ആൾക്കാരാണ് ഈ മൊത്തം ഇവിടെ വന്ന് നടക്കുന്നത്. അവർ കൊന്നു തന്നിട്ട് പോയിട്ട് ഇതൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എടുത്തിട്ടില്ല. അപ്പോൾ കുടുംബം എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അത് പിന്നെ ഒന്നാമതായിരുന്നു വെച്ചാൽ നമ്മൾ എത്ര പ്രാവശ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുപോകണം. കാര്യം എന്ന് പറയുമ്പോൾ നാളെ ഇതേപോലെ എടുത്ത് നടക്കില്ല, പ്രാർത്ഥന പോലെ. എൻ്റെ കുട്ടി തന്നെ പോയി, പക്ഷെ നാളെ ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.